ഹലോ പോവാണേ. അപ്പൊ അടുത്ത മാസം അല്ലേ? ഓക്കെ ശരി. ഗുഡ് മോർണിംഗ് സാർ. ആ മോർണിംഗ് മോർണിംഗ്. ആ തമിഴ്നാട് ജീപ്പാരുടെയാ? 106 താമസിക്കുന്ന ആളിന്റെയാ. കുറച്ചു ദിവസം ഞാനില്ലാത്ത എന്റെ കുറവ് ഇവിടെ കാണുന്നുണ്ട്. പരിസരം നീറ്റല്ല. ഇന്ന് കുസുമം വന്നില്ലടാ. കുസുമം റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുസുമോ? അവരെ എനിക്ക് ചേച്ചി എന്ന് വിളിച്ചാൽ എന്താ? അതേത് വകുപ്പിലെ ചേച്ചി? ഞാൻ പോയി ക്ലീനിങ് ശ്രദ്ധിച്ചു വരാം. ചിന്നപ്പ പെരിയകുളം തിരുനെൽവേലി. ഈയൊക്കെ എന്തിനാ റൂം കൊടുത്തത്? താമസിക്കാൻ. അത് മനസ്സിലായി. പിന്നെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ തമിഴന്മാർക്ക് ഇവിടെ റൂം കൊടുക്കണ്ട. അതെന്താ സാർ? കേരളം ഏത് നേരത്തും തമിഴ് പുലികളുടെ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വാർത്താഹകളിലൊന്നും കണ്ടില്ലല്ലോ. കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വൈകുന്നേരത്തെ വാർത്തയിൽ വരും. എത്രയും പെട്ടെന്ന് തമിഴിനെ ഇവിടെ ഇറക്കി വിടണം. ഭാഗമത്തെ 106 ഇവിടെ. ഓ யாருப்பா? ഒരപ്പനുമില്ല. എത്രയും പെട്ടെന്ന് റൂം വെക്കേറ്റ് പണി പോണം. எதுக்கு வெக்கேட் பண்ணணும்? അത് പിന്നെ പുള്ളി വേറെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അത് കമ്മത്തിന് അറിയില്ലായിരുന്നു. அண்ணன் கிட்ட கேட்கணும். അണ്ണനാ? അതാര്? ഒരു തടിയൻ കൂടെ ഉണ്ടായിരുന്നു. ഓഹോ, யாராவ சத்தம் போட்டு பேசுறது? ரூம் இப்பவே காலி பண்ண சொல்றாங்க. எதுக்கு இப்ப காலி பண்ணணும்? அது வந்து நீ லாட்ஜ் ஓனரா? ஆமாம். ஒரு முக்கியமான வேலையை வந்திருக்கோம். 4-5 நாள் இங்கதான் தங்குவோம். வேலை முடிஞ்சதும் விக்கெட் பண்ணிடுறோம். എന്ത് വേല? உனக்கு எதுக்கு அதெல்லாம்? അല്ല എന്നാലും சரி, நீ கேட்டதுக்காக சொல்றேன். ஒருத்தனோட காலை வெட்டணும். ഗുണ്ടയാണല്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക്. പോയിട്ട് വരാം. தம்பி பரவாயில்லையே. പാവം, ആരുടെയോ കാല് വെട്ടിയെടുക്കാൻ വന്നത്. അപ്പോൾ പോലീസ് കേസ് ഉറപ്പാ. ശരിയാ, ഇവിടെ താമസിച്ചോണ്ട് കാല് വെട്ടുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ലോഡ്ജിനെ ബാധിക്കും. പുള്ളിയാ, തമിഴ് പുള്ളിയാ. പോലീസെ വിളിക്കാം. படவ ராஸ்கல். കൊല്ലല്ലേ കൊല്ലല്ലേ, സമ്മതിനെ കൊല്ലല്ലേ. എവിടെന്നാ വരുന്നത്? பெரியகுளம், கோவில்பட்டி பக்கம். அருமையான ஊரு. கேள்விப்பட்டிருக்கியா? പേര് கண்ணையா. കണ്ണയ്യ. അയ്യോ കണ്ണയ്യ. என்னது? ഒന്നുമില്ല, നല്ല പേരിനെ ചൊന്നതാക്കും. அட்ரஸ் தெரியுமா உனக்கு? ஏன் சிரிக்கிற? ഈ നാട്ടിൽ അങ്ങനെ ഒരാളില്ല. என்ன? ഈ നാട്ടിലെന്നല്ല, കേരളത്തിൽ അങ്ങനെ ഒരാളില്ല. ഞാനൊന്ന് നോക്കട്ടെ. നിനക്കിതിനെ കുറിച്ച് അറിയില്ല. ഈ പരിസരത്തുള്ള എല്ലാ വീടുകളും എനിക്കറിയാം. ഞാനിപ്പോ വരാ. എന്തു പറ്റി സാറേ? കേശവമാവാ. കുസുമം, നീ ഇവിടെ ഒന്ന് ചൊറിഞ്ഞു തന്നെ. കോവിൽപ്പെട്ടിന്ന് എന്തോ പറ്റിയത്. കേശവമാവാ, ഞാനിപ്പോ വരാം. എന്താ ഇത്? ഒന്നുമില്ല, ചൊറിഞ്ഞു തന്നാ. നീ അന്ന് എന്താ എന്റെ മുഖത്തൊഴിച്ചത്? നല്ല ചൂടുള്ള കാളമൂത്രം. അതെ, എങ്ങോട്ടാ? ഞാൻ ജോലി തീർത്തിട്ട്. അതിനു മുമ്പേ നമ്മുടെ ജോലി വേറെ ആള് തീർക്കും. ആര്? കണ്ണയ്യ. അയാൾ ഇവിടെ വന്ന് മുറിയെടുത്തിട്ടുണ്ട് എന്റെ കാല് വെട്ടിയെടുത്തോണ്ട് പോകാൻ. നിന്റെ കാല് വെട്ടാൻ നിന്റെ ലോഡ്ജിൽ താമസിക്കുക. കാര്യങ്ങൾ പോയി. പക്ഷേ എന്നെയൊക്കെ മനസ്സിലായിട്ടില്ല. അയാൾ അന്വേഷിക്കുന്ന ആള് ഞാനാണെന്ന് അറിഞ്ഞ അപ്പൊ നിന്റെ കാല് വെട്ടു. വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, നമുക്കുടനെ ജയ്പൂരിലേക്ക് പുറപ്പെടാം. താങ്ക് യു. അവിടെ ചെന്ന് നിന്റെ ഒറിജിനൽ കാലിന്റെ അളവ് കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം സെറ്റപ്പ് ആക്കിയിട്ട് വരാം. എന്തിന്? എന്നാലേ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കാല് കിട്ടും. ഓഹോ. പിന്നെ നമുക്ക് മുട്ടിന് കീഴെ വെച്ച് കട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ കാല് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മാവനായി പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് പ്രാണവേദന, അമ്മാവന് വീണവായന. അയാൾ എങ്ങനെ ഒതുക്കാന്നുള്ളത് പറ. വഴിയുണ്ട്. വണക്കം. வணக்கம். നമസ്കാരം. അത് കേശവസാനം ഇവിടെ. ஏய், இது ஏன் ரூம்? என்ன இங்க வந்து கும்மாளம் போடுறீங்க? ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ട്രീറ്റ് ആണ്. எதுக்கு? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. ഈ ലാഡ്ജിൽ ആദ്യമായിട്ട് വരുന്നവരെ ഞങ്ങൾ സൽക്കരിക്കും. ആദ്യം വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതെ, ആദ്യം വെക്കേറ്റ് ചെയ്യാൻ പറയും. ചെയ്തില്ലേ അവരെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യും. അഴകാന ഊരിത് ഞങ്ങൾ അരുമയാന മക്കൾ. ഇതങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ. நான் தண்ணியெல்லாம் அடிக்க மாட்டேன். അയ്യോ, ഇത് തണ്ണിയല്ല, വിസ്കിയാ. ചുമ്മാരിക്കാൻ പോവാ. അതെന്താ അങ്ങനെ? குடிப்பழக்கம் எனக்கு கிடையாது. എന്നാ പിന്നെ ഈ കോഴിയും ആടും ചപ്പാത്തിയും വിഴുങ്ങി ഞങ്ങളോടൊന്ന് സഹകരിക്കും. ഞാനും സഹായിക്കാം. டேய், அண்ணன் வெஜிடேரியன், அதுவும் ஓசு விருந்து சாப்பிட மாட்டாரு. അത് പിന്നെ சிகரெட்டு, சாராயம், மத்த கெட்ட பழக்கம் எனக்கு கிடையாது. அத முதல்ல நீ புரிஞ்சுக்க. ഓ, അത് ശരി.
അപ്പൊ വെട്ടും കുത്തും മാത്രമേ ഉള്ളൂ? ഞാൻ കണ്ണയ്യ സാറിനെ കുറിച്ച് കേട്ടത് ഇങ്ങനെയൊന്നും അല്ല. യോ എങ്ക കേട്ടു എപ്പടി കേട്ടു? കേട്ടതല്ല, തോന്നിയതാ. ഈ രൂപം കണ്ടപ്പോ തോന്നിയതാ. എനിക്കും തോന്നി. സാറ് പുള്ളിയാണോ? പുള്ളി പുലിയില്ല, മനുഷ്യൻ, സാധാരണ മനുഷ്യൻ. പുലിയല്ല സാറേ. ஊருக்குனா ரவுடி, ஆமா. வெட்டுக்குத்தெல்லாம் செஞ்சிருக்கேன். ഓ, ஆனா அத்தனையும் நியாயத்துக்காக. അപ്പൊ കാല് വെട്ടണതോ? அதுவும் நியாயத்துக்காக தான். ஆமா. காரணம் என்ன தெரியுமா? അറിയാം. என்னது? പറഞ്ഞാൽ അറിയാന്നാ ഇയാള് പറഞ്ഞത്. அப்படின்னா கேட்டுக்க. என் லைஃப்ல நான் ஒருத்திய மனசார காதலிச்சேன். அவளை கல்யாணம் பண்ணிக்கணும்னு நான் ரொம்ப ஆசைப்பட்டேன். ஆனா நிச்சயதார்த்தம் அன்னைக்கு இந்த ஊர்கார பய ஒருத்தன் அவளை கடத்திக்கிட்டு வந்துட்டான். இப்படிப்பட்ட ஒருத்தனோட காலை வெட்டுறது தப்பா சொல்லியா? ഒരു തെറ്റുമില്ല. അവന്റെ കാലല്ല, തലയാണ് വെട്ടേണ്ടത്. അവനെ ഞാൻ കാണിച്ചുതരാം. പിന്നെ കാണിച്ചുതരാം. അയാളോട് ക്ഷമിച്ചൂടെ സാർ? ഒരിക്കലും ക്ഷമിക്കരുത് സാർ. അവനെ പീസ് പീസാക്കി അരിഞ്ഞ് ஏன் அவன் அடிச்ச? അതെ, മുതലാളി ഇരിക്കുമ്പോ തൊഴിലാളി ഷൈൻ ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്നോ തേടുന്ന ആളിനെ കുറിച്ചോ പുറത്താരോടും പറയണ്ട. അവൻ മുങ്ങും. ഞാൻ കണ്ടുപിടിച്ചു തരാം. പിന്നെ കാശ് തന്നില്ലേലും കുഴപ്പമില്ല. നീക്ക് എത്ര നാള് വേണേലും ഇവിടെ താമസിക്കാം. பரவாயில்லையே, ரொம்ப நல்லவங்களா இருக்காங்க. உங்களை எனக்கு ரொம்ப பிடிச்சு போச்சு. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. டேய், யாராவது அனுப்பிச்சதை எடுத்து போ சொல்லுங்க. ഓ, பாரதி மூஞ்சி எப்படி பிச்சைக்கார பயடா. ശരിക്കും പറഞ്ഞ കണ്ണയ്യ ഒരു തങ്കപ്പെട്ട മനുഷ്യനല്ലേ? നമുക്കൊരു കോംപ്രമൈസ് സംസാരിച്ചാലോ? സംസാരിക്കാം. വഴങ്ങിയില്ലേ അവൻ സത്യം അറിയും. അറിഞ്ഞാ നിന്റെ കാല് വെട്ടും. കോംപ്രമൈസ് വേണ്ട. എങ്കിൽ നമുക്ക് ഇവനെ ഒന്ന് വിരട്ടി നിർത്താം. എടാ കമ്മത്തെ, എന്താ സാർ? തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു തെണ്ടിയുടെ കൈകൊണ്ട് നിരപരാധിയുടെ കാല് നീ വെട്ടിക്കുമെടാ. നിരപരാധിയാണെന്ന് സാറിന് എങ്ങനെ അറിയാം? അത് ഇവന് മാത്രമേ അറിയൂ. സാറിന് ആളെ അറിയോ? അറിയാം. അത് നീയല്ലേ? ഞാനോ? അതെ, നിന്റെ അഡ്രസ് അയാളുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് അയാളുമായിട്ട് അധികം മിണ്ടാനും പറയാനൊന്നും പോണ്ട. അല്ലേ വേണ്ടേ? ഉള്ളതൊക്കെ പറഞ്ഞേക്കാം. ഇവനല്ലേ പറഞ്ഞ കാലല്ല തലയാ വെട്ടണ്ടെന്ന്. ഇവന്റെ തല വെട്ടട്ടെ. എന്റെ പൊണ്ണു സാറേ, വേണ്ട. അയാൾക്ക് ആള് മാറിയിട്ടായിരിക്കും. അല്ല, ഇനി അയാള് പുറത്തു പോകാനോ മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനോ അനുവദിക്കരുത്. അനുവദിച്ചാൽ മനസ്സിലായി. കേശവമാവ് വീട്ടിൽ പോണ്ടേ? പോണോ? വാവുവേ.